Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. വീണേ, നീ എന്തായി പറയുന്നേ? നീ പറഞ്ഞതൊക്കെ ആദ്യടി എല്ലാം ഞാൻ നേരിട്ട് കണ്ടതാണേ. എടി, ഇതെന്തിനാ ഇത്ര സങ്കടപ്പെട്ട് പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അപ്പോ ഇപ്പോഴും മണിക്കുട്ടന്റെ മനസ്സിൽ അത് കരുതി അങ്ങനൊന്നും ചിന്തിക്കണ്ട. പണ്ട് ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പൊ അവൻ വൈകേണ്ട മാത്രം. ഓ, നീ എന്നിട്ട് വൈകിയും എനിക്ക് കണ്ടിട്ട് അങ്ങനൊന്നും തോന്നില്ല. കൊല്ലം രണ്ടായി മണിക്കുട്ടൻ ആ വൈകിന്റെ മുഖത്ത് പോലെ നോക്കി സംസാരിക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നമ്മൾ അതേ കോളേജിൽ തന്നെയാണല്ലോ അവളും പഠിക്കുന്നത്. അവള് എത്ര വട്ടം മണിക്കുട്ടന് വൈത്താലെ പോയിട്ടുണ്ടാവുന്നറിയോ? പക്ഷെ അവനൊന്ന് തിരിഞ്ഞു നോക്കിയത് പോലില്ല. എന്നിട്ടാണോ എപ്പോഴും അവള് മണിക്കുട്ടനെന്ന് പറഞ്ഞു നടക്കുന്നേ? എടേ, അത് പിന്നെ അവനെ അപ്സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അത് കരുതി അവനെ എന്നെ ഇഷ്ടമൊന്നും ഓർത്തല്ലോ. അവനെ അവളെ ഇഷ്ടമുള്ളോണ്ടല്ലേ പിന്നീട് അവന്റെ ലൈഫിലേക്ക് അവളെ വിളിച്ചു വരുത്തിയേ. അപ്പൊ പിന്നെ എന്റെ പൊന്ന വീണേ, നിന്നോടൊന്ന് സംസാരിച്ച് ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ദേ, ബെല്ലടിക്കാനായി. വാ, ബാക്കി ക്ലാസ്സിലിരുന്ന് സംസാരിക്കാം. എടി പോവല്ലേ, ക്ലാസ്സിലിരുന്ന് സംസാരിച്ചാ എല്ലാരും അറിയത്തില്ലേ? നിക്ക്, ഇവിടെ നിന്ന് സംസാരിക്കാം. എനിക്ക് ഇതിനൊരു ക്ലാരിഫൈ വേണം. അതുകൊണ്ടാ ഞാൻ എന്തുണ്ടെങ്കിലും നിന്നോടല്ലേ ഷെയർ ചെയ്യാ. ആ ക്ലാരിറ്റി എനിക്കുള്ളതുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തന്നാ നിനക്കത് അപ്സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനടി? എടി പക്ഷെ നീ അപ്സെറ്റ് ചെയ്യുന്ന പോലത്തെ എന്തൊരു ക്ലാരിറ്റി താന്നേ. നീ ഇങ്ങനൊക്കെ പറഞ്ഞ ഞാനെങ്ങനെ? അത് കരുതിട്ടെ എനിക്കില്ലാത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനുള്ളതാ പറയുന്നേ. മണിക്കുട്ടന്റെ മനസ്സിൽ ഇപ്പൊ ഒരാൾക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രം, അല്ലാണ്ട് എവിടെ കിടക്കണ വൈകിക്കല്ല. അത് നീ ആദ്യം മനസ്സിലാക്കേ. അല്ല, നിന്റെ കൈക്ക് അതെന്ത് പറ്റി? അതന്നെ, എന്താടാ പെട്ടെന്ന് നിന്റെ കൈക്ക് കെട്ട്? എന്തേ, ഏതെങ്കിലും മതിൽ ചാടിയപ്പം വീണതായിരിക്കും അല്ലേ? മതില് ചാടേ? എനിക്കെന്താ അതാണോ പണി? ഞാൻ ഉദ്ദേശിച്ചത് കോളേജില് ഒരു മതിലുണ്ടല്ലോ, നീ എപ്പോഴും അതുവഴിയല്ലേ ക്ലാസ് കട്ട് പോവാറ്. സോ അതിലൂടെ പോയപ്പോ പറ്റിയതാണോ ഉദ്ദേശിച്ചതാ? ഇത് അതൊന്നല്ല. പിന്നെന്തേ, ആരെങ്കിലും പിടിച്ചോടിച്ചതാണോ? ഇവളെന്താ എല്ലാം നേരിട്ട് കണ്ട പോലെ സംസാരിക്കുന്നേ? ഇത് അതൊന്നല്ല, ചെറിയൊരു ആക്സിഡന്റ്. ഓഹോ, അത് ശരി. വീണേ, പറവിയാൻ. അല്ല, നീ എന്താ ഒന്നും റിയാക്ട് ചെയ്യാത്തേ? റിയാക്ട് ചെയ്യാനോ? എന്ത് റിയാക്ട് ചെയ്യാൻ? അല്ല, എന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട്. അച്ചോടാ, സിമ്പതി ചോദിച്ചു മേടിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നേ. വീണേ, അവനിങ്ങനെ സിമ്പതി ഇറക്കുന്ന കണ്ടില്ലേ? ഒരു 2 സിമ്പതി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നേ. ഓ, ഇവളൊരുത്തി. നോക്ക് വിയാൻ, നിനക്കിങ്ങനെ സംഭവിച്ചാല് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ അത് നിന്റെ ശ്രദ്ധ കുറവുണ്ടോന്നേ ഞാൻ പറയൂ. ഇനി നോക്കി കണ്ടൊക്കെ പോ. ഒന്നാമത് മഴക്കാലം പാടിയാ. താങ്ക്സ് വീണേ. അല്ല, നിങ്ങൾ എന്തെങ്കിലും തിരക്കിട്ട സംസാരത്തിലാണോ? ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് വാക്കിങ്ങിനൊക്കെ. അല്ലടാ, ആരെയാ മാനേജർ ചോദിക്കുക? നിനക്ക് ബോയ് ഫ്രണ്ട്സ് ആരുമില്ല? അത് ഇല്ല, എനിക്ക് ആ കൂടെ കോളേജിലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞ അത് വീണ മാത്രമേ ഉള്ളൂ. വീണയ്ക്ക് എന്നെ അറിയാം, ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. അതിന് സോ ഞാന് അവളോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. എനിക്ക് വേറെ ആരോടും സംസാരിക്കണത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്. നീ വേണമെങ്കിൽ നീ ചെയ്യുന്നതിനെ ഡീസന്റ് ആയിട്ട് ഇൻട്രോവേർട്ട് എന്ന് പറയ്. ഇതിനെ പച്ച മലയാളത്തിൽ പറയണത് എന്താ അറിയോ? കോഴിത്തരന്നാ. കീർത്തി, വീണേ, സൂക്ഷിച്ചോ. ഇവന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് നല്ലതാവത്തില്ല. ഇപ്പൊ തന്നെ ക്ലാസ് റൂമിൽ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടേ നീ ഇവനായിട്ട് ഒരു പിടിക്ക് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിനക്ക് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ സംസാരിക്കണ്ടെങ്കിൽ സംസാരിച്ചിട്ട് വേഗം വരാൻ നോക്ക്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ ക്ലാസ്സിലേക്ക് തന്നെയാ. വാ, പോവാ. വീണേ. സോറി, എനിക്ക് കുറച്ച് അവളോട് സംസാരിക്കാനുണ്ട്. സോ നമുക്ക് ബ്രേക്കിന് മീറ്റ് ചെയ്യാം. ഓക്കെ, വാ കീർത്തി. അല്ലടാ, ഗൗതം എന്തേ? അവനെ തമ്പുരിന്റെ ക്ലാസ്സിന്റെ അവിടെ കണ്ടായിരുന്നു, സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കും. ഓ, അത് ശരി. എന്നാലും ഞാൻ ഇപ്പൊ ഖേദിക്കാടാ. നിന്നെ പോലെ ഞാൻ സ്പോർട്സിൽ എന്നെ പങ്കെടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നിന്നെ പോലെ ഫ്രീ ആയിട്ട് നടക്കായിരുന്നല്ലേ. ഇതിപ്പോ ഏതരം ടെസ്റ്റും പേപ്പറും അസൈൻമെന്റ്സും പ്രൊജക്റ്റ് ആയിട്ട് തലപ്രാന്ത് പിടിക്കാ. കാണുമ്പോ നിനക്ക് ഇത് ഈസി ആയിട്ടൊക്കെ തോന്നും. അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇപ്പൊ ഞാൻ ശരിക്കും നിങ്ങളെ പോലെ ആയാ മതി എന്ന് ആഗ്രഹിക്കുക. അറിയോ, എപ്പോഴും ട്രെയിനിങ്, സ്പോർട്സ്, ടൂർണമെന്റ് എന്ന് പറഞ്ഞിട്ടെ ഒരിത്തിരി നേരം ഉറങ്ങാൻ പോലും ടൈം കിട്ടുന്നില്ല. അറിയോ, ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ തന്നെ 7 ആയി പോവും. പിന്നെ കിടന്നുറങ്ങാൻ എവിടെ നേരം? പിന്നെ കുറെ കാര്യങ്ങള് നോട്ട്സ് ചെയ്താനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇല്ലേ, ആ കൂടെ പെട്ട് നിക്കാടാ. ഇത്രക്കൊക്കെ റിസ്ക് ഉണ്ടോ? എന്നാ തൽക്കാലം ഞാൻ എവിടെ തന്നെ നിക്കാല്ലേ. അതാ നിനക്ക് നല്ലത്.
ഇതാവുമ്പോ കൊറേ പ്രോജക്റ്റ് ഉള്ള ദിവസം പനിയാന്ന് പറഞ്ഞ് ഒരു ലീവ് എടുത്ത് അങ്ങ് തീർന്നല്ലോ. പിന്നെയാണെങ്കിൽ ടീച്ചർ അത് വിട്ടുപോവുകയും ചെയ്യും. അപ്പൊ പിന്നെ കഴിച്ചിലാവാന്നേ. എന്റെ പൊന്നോ, അപാര ബുദ്ധി തന്നെ. നിങ്ങളൊക്കെ കൂടെയല്ലേ നടക്കുന്നേ, അപ്പൊ പിന്നെ ഈ ബുദ്ധി പോലും ഇല്ലെങ്കിൽ എങ്ങനെ? ഏട്ടാ ജൂലി, എന്തടേ, എന്തെങ്ങോട്ട്? അത് പിന്നെ എന്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അതെ അത് പിന്നെ പറ. അത് പിന്നെ ഏട്ടാ, എന്റെ ഫ്രണ്ട് ലക്ഷ്മിയില്ലേ, അവള് പോക്കറ്റ് മണി കൊണ്ടുവന്നായിരുന്നു. അതാണെങ്കിൽ മിസ്സായി പോയി. ക്യാൻറ്റീനിൽ കഴിക്കാൻ വേറെ പൈസ ഒന്നുമില്ലെന്നേ. അതുകൊണ്ട് ഏട്ടന്റെ കയ്യിൽ ഒരു 50 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ തരുമോ? അവള് നാളെ തന്നെ തിരിച്ചു തരുന്നേ. 50 ഉറുപ്പ്യോ? അത് എന്റെ കയ്യിലില്ല, ജിപേയിലുള്ളത്. ജിപേയിൽ ചെയ്താ മതിയോ? അയ്യോ, അത് പറ്റത്തില്ല, കയ്യിൽ തന്നെ വേണം. എല്ലാരുടെ കയ്യിലും ജിപേ ഉള്ളതുകൊണ്ടാ അവരെ കയ്യിൽ നിന്ന് മേടിക്കാഞ്ഞേ. ചേട്ടന് വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുവോ? എടാ അലക്സേ, നിന്റെ കയ്യിൽ കാണുവാടാ ഞാൻ ജിപേ ചെയ്തെടുക്കാനേ. ഇല്ലടാ, എപ്പോഴും ജീപ്പ് തന്നെ യൂസ് ചെയ്യണോണ്ടേ പേഴ്സ് അങ്ങനെ എടുക്കാറില്ല, അതാ. ഓ സെയിം പിച്ചടാ. പേഴ്സ് എടുത്തു കഴിഞ്ഞാലേ അവിടെ എവിടെയും വെച്ച് മറന്നു പോകുന്നു വിചാരിച്ചിട്ടാ എപ്പോഴും ജീപ്പ് തന്നെ യൂസ് ചെയ്യുന്നേ. ഇനിയിപ്പോ ആരെ കയ്യിലുണ്ടാവാ? നീ ഒന്ന് ഗൗതമിനോട് ചോദിച്ചു നോക്ക്, അവന്റെ അടുത്തുണ്ടാവും മതിയാവും. അത് ശരിയാ. ഞാനെന്നാ ഒന്ന് പോയി ചോദിച്ചു നോക്കിട്ട് വരാട്ടോ. ഞാനും വരാം. ഏയ് വേണ്ട, ഇവിടെ അടുത്തല്ലേ, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. നീ പോവല്ലേ, എന്റെ ഒരു ഫ്രണ്ടിന് നിന്നോട് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാനുണ്ടെന്ന്. ഞാനാണെങ്കിൽ നമ്മൾ സംസാരിച്ചെന്നേല് മറന്നു പോയി. എന്തായാലും അതൊന്ന് ക്ലിയർ ചെയ്ത് തരണേ. പോവല്ലേട്ടോ, ഇപ്പൊ വരാം. അത് പിന്നെ എടാ ഒരു 5 മിനിറ്റ്സ്, ഇപ്പൊ വരാം. ഓക്കെ, പോയിട്ട് പെട്ടെന്ന് വാ. ജൂലി ഇവിടെ നിക്കട്ടോ, ഇപ്പൊ വരാം. സാവധാനം പോയിട്ട് വന്നാ മതി. ഇതെന്താ അനങ്ങാതെ സ്റ്റാച്ചുവിനെ പോലെ ഇരിക്കുന്നേ? കിട്ടിയ സമയത്ത് എന്തൊരു വർത്താനം പറയാന്ന് വിചാരിച്ചാ അതൊന്നും നടക്കത്തില്ലെന്നാ തോന്നുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വൺ സൈഡ് ലവ് എന്നൊക്കെ പറയുമ്പഴേ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. അലക്സ്, എന്താ? അത് സാറയ്ക്ക് ഫീവറാ, അപ്പൊ സാറ ഇല്ലാതെ എൽസിൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അവള് ലീവ് എടുത്തതാ. ഹേയ്, പേടിക്കാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഫീവർ മാത്രമേ ഉള്ളൂ. നാളെ ആവുമ്പം റെഡി ആവുമെന്ന് വിചാരിക്കുന്നേ. ഇല്ല, ഇന്ന് ടൂർണമെന്റ് ഉണ്ട്, സോ കുറച്ച് കഴിഞ്ഞാ ഞാൻ അങ്ങോട്ടേക്ക് പോവും. ഇന്ന് ചിലപ്പം ചാൻസ് കുറവാ. അഥവാ മഴയൊക്കെ ആണെങ്കിൽ ടൂർണമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. അതൊക്കെ ശരിയാ, പക്ഷേ ഞാൻ സെലക്ട് ചെയ്തത് സ്പോർട്സ് അല്ലേ, സോ കുറച്ച് സാക്രിഫൈ ഒക്കെ ചെയ്യണ്ടായോ? എന്തേലും പറഞ്ഞായിരുന്നോ? അലക്സേ, വരുന്നടാ. എന്റെ ടീമിലുള്ള പയ്യൻ വിളിക്കുന്നുണ്ട്. ഏകദേശം പോവാനായെന്നാ തോന്നുന്നേ. ഒന്ന് പോയി നോക്കിട്ട് വരാട്ടോ. വന്ന ഋഷിനോട് പറഞ്ഞേക്ക്. പിന്നെ വിളിച്ചാ പോവണ്ടേ? ഞാനെന്നാ പോയിട്ട് വരാം. ഋഷി വന്ന അവനോടൊന്ന് പറഞ്ഞേക്ക്. ശരിക്കും എന്റെ കാന്താരി തന്നെയാണോ? ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? കൊള്ളാവോ? പിന്നെ അല്ലാണ്ട്. അല്ല, ഇന്നെന്താ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഒരുങ്ങി വന്നേക്കുന്നേ? എന്തുവാ? ചുമ്മാ ഒരു രസത്തിന്. അല്ല, വല്ലപ്പോഴും ചേഞ്ച് ഒക്കെ വേണല്ലോ. അത് മാത്രല്ല, ഇന്ന് രാവിലെ അമ്മന്റെ കൂടെ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പൊ പിന്നെ മുടി നല്ല നനവായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ കേട്ടാന്ന് വിചാരിച്ച്. അല്ല, ഗൗതമിന് ഇഷ്ടായോ? പിന്നെ ഇഷ്ടാവുണ്ട്. എനിക്ക് എന്റെ കാന്താരി എങ്ങനെ ഇരുന്നാലും ഇഷ്ടാന്നേ. അല്ല, കൊറേ നേരമല്ലേ ശ്രദ്ധിക്കുന്നേ? ഇവിടെ ഇരുന്നിട്ട് ഫോണിൽ തിരക്കിട്ട ചാറ്റിങ്ങിലാണല്ലോ. അങ്ങനെ ആരോടാണോ എന്തോ? ചാറ്റിംഗ് ഒന്നുമല്ല, അത് പിന്നെ കുറച്ച് നോട്ട്സ് ഉണ്ട്, അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ. അതാ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ക്ലാസ് ടൈമില് നീ എന്താ ഇവിടെ?
അത് മിസ്സില്ല. അപ്പൊ നോട്ട്സ് അപ്പുറത്തെ ക്ലാസ്സിലേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതാ ആ പേരും പറഞ്ഞ് പുറത്ത് ചാടിയതാ. എനിക്കറിയാം ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുന്ന്. അതാ അമ്പടി കള്ളി. അപ്പൊ ക്ലാസ് കട്ടാക്കി വന്നതാണല്ലേ? ക്ലാസ് കട്ടാക്കിക്കേ? ആര്? ഞാനോ? ക്ലാസ് കട്ടാക്കിയൊന്നല്ല. അത് ഇത് പിന്നെ ഒരു ആവശ്യത്തിന് പോയല്ലേ, അതിന് ക്ലാസ് കട്ടാക്കിന്നാണോ പറയുന്നേ? ആ, ഞങ്ങള് അങ്ങനെയും പറയും. ഹേയ്, ഒന്നല്ല. എന്റെ കാന്താരിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എന്നാ രസാന്നറിയോ? ഓ, തുടങ്ങി അങ്ങ് തള്ളി മലക്കാൻ തുടങ്ങി. എടി സത്യടേ, വിശ്വസിച്ച്. ആ പിന്നെ ഒരു ദിവസം നമുക്ക് രണ്ടൊരു അമ്പലത്തിൽ പോയാലോ? അയ്യോ, അത് നടക്കുന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നടക്കും കാന്താരി. നടക്കാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ലെന്നേ. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കേ. നിന്റെ വീടിനടുത്തുള്ള ശിവക്ഷേത്രല്ലേ, അങ്ങോട്ടേക്ക് പോവാം. പിന്നെ അന്ന് ഇതേ ഹെയർ സ്റ്റൈൽ വേണം, ഓക്കെ? പിന്നെ ലിസ്റ്റ് പിന്നെ നല്ലൊരു അടിപൊളി ജുംക്കയും പിന്നെ പട്ടുപാവാടയും. പട്ടുപാവാട നല്ല ലൈറ്റ് കളറില് ഡാർക്ക് കളർ മിക്സ് ആയിരിക്കണം. പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരിക്കും. പൊന്നെ, വേറെ ലെവൽ ചോയ്സ്. എന്നാൽ എന്റെ ഗൗതം, എങ്ങനെ നിന്നെ കൊണ്ടത് പറ്റുന്നേ? ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഏത് ഡ്രസ്സിന് ഏത് ഇയറിംഗ്സ് ഇടണമെന്ന് ഇപ്പൊ വരെ അറിയത്തില്ല. ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട് പോരും. ഇപ്പൊ നോക്കിയേ, ഈ യൂണിഫോത്തിന് ഞാൻ ഇട്ടേക്കണ കണ്ടോ? അതേപോലെ കയ്യിൽ കിട്ടുന്ന എടുത്തിട്ട് പോരും. ആ, അങ്ങനെ പറ്റൂല. ഏതെങ്കിലും ഒരു ഡ്രസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ സംഭവം നമ്മൾ തന്നെ സെലക്ട് ചെയ്യണമെന്നേ. എല്ലാം നല്ല മാച്ച് ആവും വേണം. അപ്പോഴല്ലേ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നേ. യു ഡോണ്ട് വറി, ഞാനില്ലേ ലൈഫ് ലോങ് നിനക്ക് എന്തൊക്കെ വേണമെന്ന് സെലക്ട് ചെയ്ത് തരാനേ. ഗൗതം. തമ്പുരോ, സച്ചി, ക്ലാസ് ടൈമില് ഇവിടെ എന്താ ചെയ്യുന്നേ? കണ്ടറിഞ്ഞൂടെ? സംസാരിച്ചോണ്ട് നിക്കുക. എന്തിനി? ഗൗതം, അവനെന്റെ ക്ലാസ് ലീഡറാ. അതിനെന്താ കാന്താരി, ക്ലാസ് ലീഡർ അല്ലേ, അല്ലാതെ പ്രിൻസിപ്പൾ ഒന്നല്ലല്ലോ. തമ്പുരോ, ടൂ മച്ച്. ആരാണെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. എന്നെ പറ്റി നിനക്ക് തികച്ച അറിയാലോ. സച്ചി, അത് അവന് തമാശക്ക് പറഞ്ഞതാ. അത് നീ കാര്യാക്കല്ലേ. ഞാനിപ്പോ ക്ലാസ്സിലേക്ക് പോവാം. അത് പിന്നെ നോട്ട്സ് കൊടുക്കാനുണ്ടായിരുന്നു, അതിനു വേണ്ടി വന്നതാ. അപ്പൊ വന്ന വഴിക്ക് കണ്ടപ്പോ. അല്ല, നീ ഇപ്പൊ എന്തിനാ അവന് ക്ലാരിഫൈ കൊടുക്കുന്നേ? അവൻ എന്റെ ക്ലാസ് ലീഡർ മാത്രല്ലേ, അല്ലാതെ ഇവിടെ കോളേജത്തെ പ്രിൻസിപ്പൾ ഒന്നല്ലല്ലോ. അവക്കിപ്പോ വരാൻ കഴിയില്ല. നീ എന്താ ചെയ്യ്, ചെല്ലടാ. നീ എന്താ പണി കാണിച്ചേ? കാന്താരി കൂൾ. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഗൗതം, എന്താണത്? അവൻ എന്റെ ക്ലാസ് ലീഡറാ. നീ ഇങ്ങനെ പറഞ്ഞത് അവരെങ്ങനെ മിസ്സിനോട് പോയി പറഞ്ഞാലോ? പറയട്ടെ, അതിലെന്താ? ഇവനൊരുത്തൻ എന്ത് പറഞ്ഞാലും അത് താമസായിട്ട് എടുത്തോളും. ദേ, മിസ് അങ്ങനെ അറിഞ്ഞുണ്ടല്ലോ. മിസ് അറിഞ്ഞാലല്ലേ? അതൊന്നും അവൻ മിസ്സിനോടൊന്നും പറയത്തില്ല. നീ ഇപ്പോ ക്ലാസ്സിലോട്ട് ചെല്ലേ, നമുക്കേ ബ്രേക്കിനെ കാണാട്ടോ. ഓരോ വള്ളി പിടിച്ചു വെച്ചിട്ട് ബ്രേക്കിനെ കാണാത്രേ. ഞാനൊന്നും വരുന്നില്ല, ഞാൻ പോവാ. പിണങ്ങല്ലേടി. എന്താ മച്ചാ, നിന്റെ കാന്താരി പിണങ്ങി പോന്നുണ്ടല്ലോ. എന്തേ? അതൊന്നുമില്ലടാ, ചെറിയൊരു കാര്യ. അവളെ ക്ലാസ് പഠിക്കുന്ന പുതിയ അഡ്മിഷൻ ആ പയ്യനില്ലേ, പേര് സച്ചിന്. എന്തേ, അവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അത് പിന്നെ ഞാൻ അവളും ആ സ്റ്റെയറിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇവൻ കയറി വന്നിട്ട് അവളോട് ക്ലാസ് സമയത്ത് നീ എന്താ ചെയ്യണെന്ന് പറഞ്ഞിട്ട് കുറച്ച് റോങ് അടിച്ച പോലെ ഫീൽ ആയി. അപ്പൊ അവന് വയറ് നിറച്ചും പറഞ്ഞു കൊടുത്താന്നേ. അല്ല, അതിനെന്തിനാ ഇവള് പിണങ്ങി പോയേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഒന്നാമത് അവളെ ക്ലാസ് ലീഡർ ആണല്ലോ. അപ്പൊ പിന്നെ മിസ്സിനോട് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടായിരിക്കും. എന്റെ പൊന്നെ, ഇവന്മാർക്കൊക്കെ പേടിക്കാൻ ഇവക്കെന്താ വട്ടോ? നമ്മളില്ലേ പിന്നെന്ത്. അവനങ്ങനെ മിസ്സിനോട് പറയണെങ്കിൽ പറയട്ടെന്ന് വിചാരിക്കണം. അതന്നെ ഞാൻ പറഞ്ഞേ, അവക്കിട്ട് മനസ്സിലാവണ്ടേ. പിണങ്ങി പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വരാൻ മതിയാവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി നോക്കും. പക്ഷേ ഈ സച്ചിനെ കാണുമ്പം എനിക്കെന്തോ ഒരു വശപിശക ഫീൽ ചെയ്യാടാ. അതെന്തേ? അല്ല, അവളെ കാണുമ്പം വല്ലാത്തൊരു കെയറിങ്ങും ഞാൻ അവളുണ്ടെങ്കിൽ വല്ലാത്തൊരു കലിപ്പും അങ്ങനെ പല ടൈമില് പല പല സ്വഭാവാന്നേ. എനിക്കാണെങ്കിൽ അതത്ര പിടിക്കുന്നുമില്ല. അപ്പൊ പിന്നെ വൈകാണ്ട് സ്കെച്ച് ഇട്ടേക്ക്. മിക്കവാറും വേണ്ടി വരും. നീ എന്താ എന്റെ ക്ലാസ്സിന്റെ അടുത്ത്? അത് ലഞ്ച് ബ്രേക്ക് അല്ലേ? അതെ, എന്തേ? അല്ല, നീ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. അതെന്തേ? വല്ല ഡയറ്റിംഗിലാണോ? ഹേയ്, അല്ല വീണേ, അത് പിന്നെ കൈ ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ.
എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. പക്ഷേ ഓ അത് ശരിയല്ലേ, നിന്റെ കൈ പൊട്ടിരിക്കല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, ക്യാൻറ്റീനിലൊന്ന് പോയി നോക്ക്. അവിടെ സ്പൂണൊക്കെ ഉണ്ടാവുന്നേ, അത് യൂസ് ചെയ്താ കഴിക്കാൻ പറ്റുമല്ലോ. അത് എനിക്ക് സ്പൂണില് കഴിച്ച്, ഐ മീൻ ലെഫ്റ്റ് ഹാൻഡില് സ്പൂണില് കഴിച്ച് ശീലമില്ല. സോ എനിക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആശോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് പിന്നെ അതാ എനിക്ക് മനസ്സിലാവത്തെ. നിന്റെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന് കരുതി. അല്ല, ഇതില് ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യാനാ? അല്ല, സ്പൂണോണ്ട് നീയൊന്ന് ഫുഡൊന്ന് വാരി തന്നിരുന്നെങ്കി. അത് പിന്നെ വിയാൻ, നിന്റെ ക്ലാസ്സില് വേറെ ആരെങ്കിലും കാണത്തില്ലേ? നോക്ക്, ഇപ്പൊ തന്നെ ക്ലാസ്സിൽ ഓരോരുത്തരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സംസാരിക്കണ പോലും തെറ്റായിട്ട് പറയുന്ന ആൾക്കാരാ. ഇനിയിപ്പോ ഞാൻ നിനക്ക് സ്പൂണില് ഫുഡൊക്കെ വാരി തന്നെ കണ്ട അത് മതി, എന്തേലൊക്കെ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നേ? നീ നിന്റെ ക്ലാസ് പഠിക്കുന്ന ഏതെങ്കിലും ബോയ്സിനോട് പറയും, അവരാരും ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കത്തില്ലല്ലോ. അല്ല വീണേ, നിനക്ക് തന്നെ അറിയാലോ, ഞാന് ഇൻട്രോവേർട്ടാന്ന്. ആരോടും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ നീ അല്ലാതെ വേറെ ആരുമില്ല. സോ അതാ എനിക്ക് കുഴപ്പമില്ല. ഒരു ദിവസം കഴിച്ചില്ലെന്ന് കരുതി ചത്തൊന്നും പോകത്തില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് നിനക്ക് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ചോദിച്ചതിന് സോറി കേട്ടോ. ഞാൻ പറഞ്ഞത് അവന് ഫീൽ ആയോ? പക്ഷേ ഞാൻ ഇങ്ങനെ അവനോട് ക്ലോസ് ആയി പെരുമാറുന്നോണ്ടല്ലേ എല്ലാരും എന്നെ വേണ്ടത് പറയണത്. ഇന്ന് കീർത്തി പോലും അതന്നെയാ പറഞ്ഞത്. അവന് സ്പേസ് കൊടുക്കണ്ടെന്ന് അവള് പ്രത്യേകിച്ചും പറഞ്ഞതാ. ഇതിപ്പോ അവനെ ഫുഡ് വാരി കൊടുക്കാന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും കണ്ടെന്താ വിചാരിക്കാ? വീണേ, എന്നാ ഓക്കെ, ഞാനേ പോട്ടെട്ടോ. വിയാൻ, എന്താ വീണേ? ഫുഡ് അത് പിന്നെ ഞാനേ. താങ്ക് യു വീണേ, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം ഞാൻ വിശന്നിരുന്നാ അത് നിന്നോട് താങ്ങാൻ പറ്റത്തില്ലെന്ന്. വീണേ, അപ്പൊ ശരി, ഞാൻ പോയി ടിഫിൻ എടുത്തു തരാട്ടോ. നീ ചോറ് വാരിത്താ. എന്താ വിയാൻ, കൈ ഒടിഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ? ആ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടാണാവോ? ഓ, ഒരു കൈ ഒടിഞ്ഞതാണോ ബുദ്ധിമുട്ട്, അതോ രണ്ട് കൈയും ഒടിയാത്തതിന്റെ ബുദ്ധിമുട്ടോ? ഇവനെന്തെങ്ങനെ പറയുന്നേ? അത് പിന്നെ മണിക്കുട്ട, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ജസ്റ്റ് ഒരു ഫണ്ണിന് പറഞ്ഞതാ. അല്ല, എന്തേ ഫുഡ് കഴിക്കണ നേരത്ത് പട്ടി എല്ലിന് കാത്തിക്കുന്ന പോലെ ഞങ്ങൾ ക്ലാസ് റൂമിന്റെ പുറത്തുനിന്ന് കാത്തിരിക്കുന്നേ? എന്തേ ഫുഡ് കൊണ്ടുവന്നില്ലേ? ഓ, അതൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. കൈ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ വീണനോട് ഹെൽപ്പ് വയ്ക്കാൻ വേണ്ടി, അല്ല വീണ വാരി തരാന്ന് പറഞ്ഞായിരുന്നു. അപ്പോ അതിനു വേണ്ടി വന്നതാ. വാട്ട് എ കെയറിംഗ് ഫ്രണ്ട്. എന്നാൽ എന്റെ വിയാനെ, നിനക്കൊക്കെ ഇതുപോലത്തെ ഫ്രണ്ടിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാടാ. അത് നീ പറയണമെന്നില്ല, എനിക്കെന്നെ അറിയാം. അറിയാലേ, ഭാഗ്യം കുറച്ച് കൂടിയോന്നൊരു സംശയം. അതുകൊണ്ടായിരിക്കണം ഇപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയില്. മണിക്കുട്ട, എനിക്ക് സമയമില്ല. ഇപ്പൊ തന്നെ ലഞ്ച് ബ്രേക്ക് അടിച്ചിട്ട് കുറെ നേരെ. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോട്ടെ. നിനക്ക് വേറെ വല്ല പണിയുണ്ടെങ്കിൽ പോയി നോക്ക്. എങ്ങനെ? എന്തോ? അത് ബ്രേക്ക് ആയിട്ട് കുറെ നേരമില്ലേ. ഇനിയും ഫുഡ് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ കഴിയത്തില്ല. അതാ. അല്ല, നിനക്ക് അവള് വാരി തന്നാ മാത്രമേ ഇറങ്ങത്തുള്ളൂ, അതോ? ഇവനെന്തും ഭാവിച്ചാ? എന്തേ? അവനെ അങ്ങനൊന്നുമില്ല, ആര് വാരി കൊടുത്താലും കഴിച്ചോളും. ഇപ്പൊ ആരില്ലാത്തോണ്ടാ ഞാനങ്ങ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നേ. ക്ലാസ്സിലാണെങ്കിൽ ഇവന്റെ കൂടെ സംസാരിക്കുന്ന തന്നെ ഓരോരുത്തർ ഓരോന്നും പറഞ്ഞുണ്ടാക്കുക. ഇനിയിപ്പോ ഫുഡും കൂടെ വാരി കൊടുത്താ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യില്ലെന്ന് അറിയത്തില്ല. അവനാണെങ്കിൽ ഫുഡ് കഴിക്കാതെ നിൽക്കണ കണ്ടിട്ട് എന്തോ പോലെ ഫ്രണ്ട് ആയി പോയില്ലേ. ആസ് എ ഫ്രണ്ട് എന്ന നിലയ്ക്ക് എന്റെ കെയറിംഗ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അല്ല, ഞാനിപ്പോ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്റെ ഫ്രണ്ടിന് നമ്മൾ വാരി കൊടുക്കണത് ചിലപ്പോ പിടിക്കത്തില്ലെന്നേ. അതൊന്നും ഒരു കുഴപ്പമില്ല. നീ റെഡി ആണെങ്കിൽ പറ, നീ തന്നെ ഹെൽപ്പ് ചെയ്തോ. വെറുതെ ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നേ? ചോദിച്ചു നോക്ക്. നിന്റെ ഫ്രണ്ടിന് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. അതൊന്നും അവനൊരു കുഴപ്പമില്ല. ഞാൻ അവനോട് ഫുഡ് എടുത്തോണ്ടിരാൻ പറയാം. അല്ല, എവിടെ ഇരുന്നിട്ടാ? നമ്മുടെ ക്ലാസ്സിലോ അതോ അവന്റെ ക്ലാസ്സിലോ? അവന്റെ ക്ലാസ്സിൽ തന്നെ കൊടുത്തോളാം, അതായിരിക്കും കറക്റ്റ് ആവുക. ഓക്കെ. വിയാൻ, നീ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത് മുതലിന്റെ വായിലാണോ? കൈ മാത്രം ഒടിച്ചതേ ഉള്ളൂ. ഇന്ന് എന്തൊക്കെ ഒടിക്കുക എന്തോ.